കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലോട്ട് പോവാം. എന്താണെന്ന് നോക്കിയാലോ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു ദ ബ്രേവ് റാബിറ്റ്. ഇതൊരു സ്റ്റോറിയാണല്ലേ, ഒരു കഥയാണ്. ആരുടെ കഥയാണ്? കിച്ചു എന്ന് പറയുന്ന ഒരു ധൈര്യശാലിയായിട്ടുള്ള മുയലിൻ്റെ കഥയാണ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധൈര്യശാലി, റാബിറ്റ് ഓഫ് മുയൽ, ധൈര്യശാലിയായിട്ടുള്ള ഒരു മുയലിൻ്റെ കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹൂസ് ഹീറോയിക് ആക്ഷൻസ് സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ ധീരമായിട്ടുള്ള അവൻ്റെ പ്രവൃത്തി എന്ത് ചെയ്തു? അവൻ്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ചു. അപ്പം എന്തായിരിക്കും അവൻ്റെ കൂട്ടുകാർക്ക് പറ്റിയത്? അവൻ എങ്ങനെയാണ് കൂട്ടുകാരുടെ ജീവൻ രക്ഷിച്ചത്? നമുക്ക് നോക്കിയാലോ സ്റ്റോറി. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് ദ ട്രിക്ക് ഓഫ് കിച്ചു. ട്രിക്ക് എന്താണ്? തന്ത്രം എന്ന് പറയത്തില്ലേ? കിച്ചുവിൻ്റെ തന്ത്രം, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. നമുക്ക് തുടങ്ങാം. കിച്ചു ദ റാബിറ്റ് വാസ് എ വെൽ നോൺ വെജിറ്റബിൾ മെർച്ചൻ്റ് ഇൻ ദി ലിറ്റിൽ മാർക്കറ്റ്. ലിറ്റിൽ മാർക്കറ്റിലെ എല്ലാവരും അറിയപ്പെടുന്ന, വെൽ നോൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു ഈ നമ്മുടെ കിച്ചു എന്ന് പറയുന്ന മുയൽ. His shop was filled with fresh vegetables like carrot, cabbage, pumpkin, bitter gourd and spinach. അപ്പം ഇവൻ്റെ ഷോപ്പിൽ നിറച്ചും എന്തുണ്ടായിരുന്നു? നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ പച്ചക്കറികൾ? ക്യാരറ്റ്, ക്യാബേജ്, പംകിൻ എന്താ? മത്തങ്ങ, ബിറ്റർ ഗോഡ് എന്താണ്? പാവയ്ക്ക ആൻഡ് സ്പിനാച്ച്, ചീര. ഇതെല്ലാം നിറഞ്ഞിട്ടുള്ള, എല്ലാ സാധനങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു പച്ചക്കറി കടയായിരുന്നു നമ്മുടെ കിച്ചുവിന് ഉള്ളത്. ഇവിടെ നമ്മുടെ കിച്ചു മൊയിലിൻ്റെയും അവൻ്റെ പച്ചക്കറിക്കടയുടെയും പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്താണെന്ന് നോക്കാം. വൺ ഡേ ചിന്നു എ ലിറ്റിൽ ഗേൾ കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾ. ഒരു ദിവസം ഒരു പെൺകുട്ടി, അവിടെ പേരാണ് ചിന്നു. ചിന്നു ഇവൻ്റെ കടയിലേക്ക് വന്നു. എന്തിനാണ്? കുറച്ച് പച്ചക്കറി മേടിക്കാനെ കൊണ്ട് വന്നു. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. അവൻ അന്നേരം ശ്രദ്ധിച്ചു, ചിന്നുവിൻ്റെ കയ്യിൽ എന്തോ അവൾ പിടിച്ചിട്ടുണ്ട്. ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചിട്ടുണ്ട്, എന്തോ അവളുടെ കയ്യിലുണ്ട്. ഹി കുഡൻറ്റ് മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. പക്ഷെ അവൻ അതെന്തുവാണെന്ന് മനസ്സിലായില്ല. ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻറ്റ് ഹാവ് എനി മണി വിത്ത് ഹിം. അപ്പോൾ അവൾ എന്താ പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരനായ കിച്ചു, എൻ്റെ അച്ഛൻ്റെ കയ്യിലാണെങ്കിൽ എന്തോ ഇല്ല, പൈസയൊന്നും ഇല്ല. ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾ. പക്ഷേ ഞങ്ങൾക്ക് എന്ത് വേണം? കുറച്ച് പച്ചക്കറി വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. അവൾ എന്താ പറഞ്ഞത്? ഈ മിറർ എന്താണ്? ഈ കണ്ണാടി നിൻ്റെ കയ്യിൽ വെച്ചിട്ട് നീ എനിക്ക് കുറച്ച് പച്ചക്കറി തരാമോ എന്ന് ചോദിച്ചു. ഏതൊക്കെയാണ് ചോദിച്ചത്? പംകിൻസും ക്യാരറ്റ്സും ബീൻസും തരാമോ എന്ന് ചിന്നു ചോദിച്ചു. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. ഓക്കെ ചിന്നു സെഡ്. അപ്പോൾ ചിന്നു എന്നാ പറഞ്ഞത്? എനിക്ക് എപ്പോഴാണോ അച്ഛന് പൈസ കിട്ടുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൈസ തിരിച്ചു തന്നിട്ട് എനിക്ക് അന്നേരം എൻ്റെ മിറർ കണ്ണാടി തിരിച്ചു തന്നാൽ മതിയെന്ന് ചിന്നു പറഞ്ഞു. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹർ ആൻഡ് കെയർഫുള്ളി പ്ലേസ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദി ഷോപ്പ്. കിച്ചു എന്ത് ചെയ്തു? അവളുടെ കയ്യിൽ നിന്ന് ആ മിറർ കണ്ണാടി മേടിച്ചിട്ട് വളരെ സൂക്ഷിച്ച്, കെയർഫുള്ളി എന്താണ്? വളരെ സൂക്ഷിച്ച് അവനാണെങ്കിൽ അത് കടയുടെ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ മൂലയ്ക്ക് വെച്ചു. ഹി ഗവ് ഹർ ഓൾ ദി വെജിറ്റബിൾസ് ഷീ വാണ്ടഡ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? അവൾക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും അവൻ കൊടുത്തു. ചിന്നു വെൻ ബാക്ക് ഹോം ഹാപ്പിലി. അവൾ വളരെ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവൾ പോയ ശേഷം അവൻ എന്ത് ചെയ്തു? കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. Hey, what is this? Who is this in the mirror? He was pleased to see his own image in the mirror. അവൻ എന്ത് ചെയ്തു? അവൾ പോയ ശേഷം ആ കണ്ണാടി എടുത്ത് അവന് നോക്കിയപ്പോഴേ എന്ന് കണ്ടു, ആ കണ്ണാടിയിൽ അവൻ അവനെ തന്നെ കണ്ടു. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? അവന് വളരെയധികം അത്ഭുതമായി. എന്നിട്ട് ഹൂ ഈസ് ഇൻ ദ മിറർ? അവൻ ചോദിച്ചു, ആരാണ് ഈ കണ്ണാടിക്കകത്തുള്ളത്? ഹി വാസ് പ്ലീസ്ഡ് ടു ഹിസ് ഓൺ ഇമേജ് ഇൻ ദി മിറർ. അവനാണെങ്കിൽ അവൻ്റെ മുഖം തന്നെ അതിൽ കണ്ടപ്പോഴത്തേനും വളരെയധികം സന്തോഷമായി. ആം ഐ സോ ഹാൻസം? ഞാൻ ഇത്രയ്ക്ക് ഹാൻസം ആണോ? ഹി വണ്ടേർഡ്. അവനെങ്ങനെ ആലോചിച്ചു. വണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്. അവൻ വളരെ സന്തോഷം കൊണ്ട് അവൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഫ്രം ദെൻ ഓൺ എവറി മോർണിംഗ് ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ് ലുക്കിംഗ് ഇൻ ദി മിറർ. അന്ന് തൊട്ട് അവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഈ മിററിൽ നിന്ന് നോക്കാൻ തുടങ്ങി. ഡേയ്സ് പാസ്ഡ്. ദിവസങ്ങൾ കടന്നുപോയി. കുങ്കൻ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. കുങ്കൻ എന്ന് പറയുന്ന വോൾഫാരാശനായ ഈ മാർക്കറ്റിലേക്ക് വന്നു. ഹി അറ്റാക്ക്ഡ് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്. അവൻ വന്നിട്ട് ആ മാർക്കറ്റിലുണ്ടായിരുന്ന എല്ലാ മൃഗങ്ങളെയും എന്തോ ചെയ്തു? അറ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആക്രമിച്ചു.
കുങ്കൻ വോൾഫിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഭയങ്കര ഭീകരനാണ് അവൻ. എന്നിട്ട് ബാക്കി മൃഗങ്ങളെല്ലാം പേടിച്ച് നിൽക്കുകയാണ് അവനെ കണ്ടിട്ട്. നോക്കിക്കേ, ദ ഡിയർ, ദ റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ ആനിമൽസ് വെയർ ടെറിഫൈഡ്. ആരൊക്കെയാണ്? മാനും മുയലും കഴുതയും അതുപോലുള്ള എല്ലാ ആനിമൽസും അവനെ കണ്ടിട്ട് ടെറിഫൈഡ് എന്താ? പേടിച്ചു. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? അവരെങ്ങനെ ഇവൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ്. അവർ ആലോചിക്കാൻ തുടങ്ങി. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ. പക്ഷെ അവർക്ക് ഒരു വഴിയും കണ്ടില്ല. അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും അവന് കിട്ടിയില്ല. പിന്നെന്ത് സംഭവിച്ചു? വൺ ഡേ കുങ്കൻ വോൾഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. അപ്പോൾ ഒരു ദിവസം ഈ കുങ്കൻ എവിടെ വന്നു? നമ്മുടെ കിച്ചുവിൻ്റെ കടയിൽ വന്നു. കടയിൽ വന്നിട്ട് അവൻ എന്താ പറഞ്ഞത്? ഹേ കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. ഞാൻ എന്ത് ചെയ്യും? നിന്നെ തകർത്തിട്ട് നിന്നെ ഞാൻ കഴിക്കും. ദ ആനിമൽസ് വെയർ ഫ്രൈറ്റൺ ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. ഇതെല്ലാം കണ്ടിട്ട് അവിടെ നിന്ന് ആനിമൽസ് എല്ലാവരും ഫ്രൈറ്റൺ, പേടിച്ചു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ. അതിൽ കൂടുതൽ ആൾക്കാരും കൂടുതൽ ആനിമൽസ് എന്തോ ചെയ്തു? ഓടിപ്പോയി. സഡൻലി കിച്ചു ഗോട്ട് ആൻ ഐഡിയ. പെട്ടെന്ന് കിച്ചുവിനൊരു ഐഡിയ എന്താ? ഒരു സൂത്രം തോന്നി. മൈ ഫ്രണ്ട്, ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ. ഇഫ് യു വാണ്ട് ടു ലീവ് യു ഗോ അവേ ഫ്രം ഹിയർ. എന്നിട്ട് ആര് പറഞ്ഞു? കിച്ചു ഈ വോൾഫിനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരാ, എൻ്റെ അടുത്താണെങ്കിൽ നിൻ്റെ തന്ത്രമൊന്നും എടുക്കരുത്. ഇഫ് യു വാണ്ട് ടു ലീവ്, നിനക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഗോ അവേ ഫ്രം ഹിയർ, നീ ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. വാട്ട് വിൽ യു ഡു? ദ വോൾഫ് ആസ്ക്ഡ്. അത് നീ എന്ത് ചെയ്യും? അവൻ ചോദിച്ചു. ചെന്നായി ചോദിച്ചു. ഐ ക്യാൻ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വോൾഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. അവൻ എന്താ പറഞ്ഞത്? ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ ഫ്രണ്ടുണ്ട് ജിഗു, എൻ്റെ ഫ്രണ്ടായ ജിഗു എന്ന ചെന്നായ എൻ്റെ കടയ്ക്കുള്ളിൽ ഹൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കടയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇൻസൈഡ് മൈ ഷോപ്പ്, കടയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. എൻ്റെ സുഹൃത്തായിട്ടുള്ള ജിഗു എന്ന ചെന്നായ എൻ്റെ കടയ്ക്കുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. ഹീ വിൽ സ്മാഷ് യു ഇൻറ്റു പീസസ്. അവനാണെങ്കിൽ നിന്നെ എന്തോ ചെയ്യും? പല പീസസായിട്ട് മാറ്റുമെന്ന് പറഞ്ഞു. വുഡ് യു ലൈക്ക് ടു സീ ഹിം? നിനക്ക് അവനെ കാണണോ? കിച്ചു റാബിറ്റ് വോൾഫിനോട് ചോദിച്ചു. യെസ്, ഷോ മീ യുവർ ജിഗു, കുങ്കൻ വോൾഫ് ഡിമാൻഡഡ്. കുങ്കൻ എന്താ പറഞ്ഞു? ശരി, നിൻ്റെ ജിഗുവിനെ ഒന്ന് കാണിച്ചേ. കുങ്കൻ വോൾഫ് ഡിമാൻഡഡ് എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു. കിച്ചു റാബിറ്റ് ടേൺ ആൻഡ് പിക്ക്ഡ് അപ്പ് ദ മിറർ. കിച്ചു റാബിറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? തിരിഞ്ഞിട്ട് എടുത്തു. എന്തോ എടുത്തത്? ദ മിറർ. അവന് കണ്ണാടി എടുത്തു. കിച്ചു റാബിറ്റ് തിരിഞ്ഞ് അവൻ ആ കണ്ണാടി എടുത്തു. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വോൾഫ്. അവൻ എന്ത് ചെയ്തു? കുങ്കൻ വോൾഫിൻ്റെ മുഖത്തേക്ക് അത് തിരിച്ചു പിടിച്ചു. ലുക്ക് ഹിയർ, ഹി ഈസ് ജിഗു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നോക്കൂ, ഇതാണ് ജിഗു. കിച്ചു പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പം എന്ത് പറ്റിക്കാണും? കുങ്കൻ്റെ മുഖം തന്നെ ആയിരിക്കും ആ കണ്ണാടിയിൽ കണ്ടത്. അപ്പം ആ കണ്ണാടിയിൽ കുങ്കൻ്റെ മുഖം കണ്ടിട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കിനി ബാക്കി നോക്കാം. ഓ, വാട്ട് എ ടെറിബിൾ ഫെലോ ഹീ ഈസ്. ഈ കണ്ണാടിയിൽ ഈ കുങ്കൻ്റെ ഫേസ് തന്നെ കണ്ടിട്ടാണ് പറയുന്നത്, എന്തൊരു ഭയങ്കരനായിട്ടുള്ള ചെന്നായാണിത്. ഇഫ് ഹീ കംസ് ഔട്ട് ഹീ വിൽ ഫിനിഷ് മീ. ഇവൻ പുറത്ത് വരുവാണെങ്കിൽ ഇവൻ എന്തുമായാലും എന്നെ ഫിനിഷ് ചെയ്യും. സീയിങ് ഹിസ് ഓൺ ഇമേജ് കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വോൾഫ്. അപ്പോൾ അവൻ്റെ സ്വന്തം മുഖം തന്നെ കണ്ടിട്ട് അവൻ എന്തോ വിചാരിച്ചു? ഇത് ഒറിജിനലായിട്ടുള്ള ജിഗു വോൾഫാണെന്ന് വിചാരിച്ചു. കാരണം ഇവന് നേരത്തെ മുഖം കണ്ണാടിയിൽ കണ്ടിട്ടില്ല, അവൻ്റെ സ്വന്തം മുഖം കണ്ടിട്ടില്ല. അവൻ്റെ മുഖം കണ്ണാടിയിൽ കണ്ടപ്പോൾ അവൻ വിചാരിച്ചു ഒറിജിനൽ ജിഗു വോൾഫാണെന്ന് വിചാരിച്ചു. കുങ്കൻ വോൾഫ് റാൻ അവേ ആസ് ഫാസ്റ്റ് ആസ് ഹീ കുഡ്. അവന് പറ്റുന്നത്ര വേഗത്തിൽ അവന് ഓടാൻ തുടങ്ങി. ആസ് ഹീ കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ അവൻ ഓടി. ഹീ നെവർ കം ബാക്ക് അഗെയിൻ. അവൻ പിന്നെ തിരിച്ചു വന്നതേ ഇല്ല. കിച്ചു ബിക്കം എ റിയൽ ഹീറോ. അങ്ങനെ കിച്ചു അവിടെ ഒരു ഹീറോ ആയിട്ട് മാറി. ഓൾ ദ ആനിമൽസ് ബിക്കം ഹാപ്പി. എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. കാരണം അവരുടെ ശത്രുവിനെ അവിടെ തുരത്തി ഓടിച്ചു. അതുകൊണ്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഓക്കെ, കഥ ഇഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ കുങ്കൻ ഓടുന്ന പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. അവൻ്റെ മുഖം തന്നെ കണ്ട് പേടിച്ച് കുങ്കൻ ഓടി രക്ഷപ്പെട്ടു. അപ്പം സിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഒരു ചെറിയൊരു കഥയായിരുന്നു ഇത്. ചാപ്റ്ററിലെ കുറച്ച് വാക്കുകളുടെ മീനിങ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രം, സൂത്രം എന്ന് പറയും. വെൽ നോൺ, നന്നായി അറിയപ്പെടുന്ന. മെർച്ചൻ്റ്, വ്യാപാരി. സ്പിനാച്ച്, ചീര. ബൈ, വാങ്ങിക്കുക. നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. ഹോൾഡിങ്, പിടിക്കുക. മിറർ, കണ്ണാടി. കെയർഫുള്ളി, ശ്രദ്ധാപൂർവം. കോർണർ, മൂല. പ്ലീസ്ഡ്, സന്തോഷിച്ചു. ഹാൻസം, സുന്ദരൻ. അറ്റാക്ക്ഡ്, ആക്രമിച്ചു. ടെറിഫൈഡ്, പേടിച്ചു, പരിഭ്രമിച്ചു. എസ്കേപ്പ്, രക്ഷപ്പെടുക. ക്രഷ്, തകർക്കുക. ഡിമാൻഡഡ്, ആവശ്യപ്പെട്ടു. ടെറിബിൾ, ഭയങ്കരൻ.
ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റോറിയും ക്ലാസ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.